ഹേ എന്താണ് മിന്നു? അപ്പം ഇപ്രാവശ്യം ഷാന 4th സ്റ്റാൻഡേർഡ് ആയ കാരണം എന്തിനു കൂടണം പ്രാവശ്യം? LSS. അപ്പോൾ ഇതാ ടീച്ചർ ഡെയിലി ഇപ്പോൾ ക്വസ്റ്റ്യനൊക്കെ അയച്ചു തരുന്നുണ്ട്. എന്താ അപ്പോൾ ഡെയിലി ഇപ്പോൾ ക്വസ്റ്റ്യനൊക്കെ അയച്ചു തരണം. കാരണം നമ്മളതൊക്കെ നോട്ടിക്ക് എഴുതിയെടുത്തിട്ട് പഠിക്കണം അല്ലേ? പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ 24th മദ്രസയിൽ എക്സാമാണ്. ഒക്കെ കൂടെ ശാനപ്പെട്ടു അല്ലേ? പിന്നെ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കണം. ഫസ്റ്റ് ഏത് എക്സാം മദ്രസയിൽ? ഫസ്റ്റ് ഖുർആൻ ഹിഫ്ള്. അതിൻ്റെ കൂടെ വേറെ സബ്ജക്റ്റ് എഴുത്ത് പരീക്ഷയും കൂടെ ഉണ്ട്. അത് മറന്നോ? ഏതാ? ഓക്കെ, അതന്നെ. ഓക്കെ, അപ്പോൾ വേഗം എഴുതൂ. എന്താ നോട്ട്ബുക്ക് ഇങ്ങനെ വെച്ചേക്കണം? ഇങ്ങനെ വെച്ചാൽ എഴുതാൻ പറ്റുള്ളൂ? എന്താ പെൻസിലും കൊണ്ട് എഴുതുന്നു? പേൻ എടുത്തിട്ട് വാ. നമ്പർ അങ്ങനെ ഇടണ്ട. അതെന്താ 49 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക? അത് വേണ്ട. 1 ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ. അല്ലെങ്കിൽ 1 എന്നിട്ട് പോയാൽ മതി. വെൽക്കം ബാക്ക് ഷാനസ്രൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആണ് കേട്ടോ. അപ്പം ഇന്നലെ എടുത്ത വീഡിയോസ് ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ അത് വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു വീഡിയോസ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല കാര്യമായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കാലത്ത് നമ്മുടെ ഒരു വീഡിയോക്ക് വൈൻഡപ്പ് കൊടുക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ മുതലുള്ള വിശേഷങ്ങളും പിന്നെ ഇന്നത്തെ കാലത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഈ ഒരു സമയം മിന്നൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ മിന്നൂസിന്റെ ഒക്കെ വേഗം അലക്കാനായിട്ട് എടുത്തു കേട്ടോ. മിന്നൂസിന്റെ ഇപ്പം ഒരു ദിവസമൊന്നും അത്ര ഉണ്ടാവില്ല. അപ്പൊ ഞാനൊരു 1-2 ദിവസം കൂടുമ്പോഴാണ് കേട്ടോ അലക്കാറുള്ളത്. പിന്നെ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ 2 നേരം പാമ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കാരണം രാവിലെ കുളിച്ചിട്ടും പിന്നെ അതേപോലെ കുളി കഴിഞ്ഞ് പിന്നെ നമ്മൾ നൈറ്റ് ഇട്ട് കൊടുക്കുക. അതിന്റെ ഇടയിൽ പിന്നെ അവള് സാധാ പാൻറ്റീസ് ഒക്കെ ഇട്ടിട്ട് പകല് കുറച്ചു നേരം ഉറങ്ങി എഴുന്നേറ്റാലൊക്കെ ഫ്രീ ആക്കി കൊടുക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഇതാ ട്രൗസറുകളൊക്കെ ഇങ്ങനെ മാറ്റിയിരുന്നുണ്ട്. അതേപോലെ പാമ്പേഴ്സും ഒക്കെ മാറ്റിയിരുന്നുണ്ട്. അതല്ലാത്തത് ഞങ്ങളുടെ കൂടെ ഇട്ടിട്ട് അങ്ങനെ വാഷ് ചെയ്യാറാണ് കേട്ടോ. മറ്റേത് ആദ്യമൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് വാഷ് ചെയ്യാറാണ്. അപ്പൊ ഇപ്പം അവളുടെ സാധാ ഡയപ്പർ ഉണ്ട്, പാമ്പേഴ്സ് അല്ലാത്തത്. പിന്നെ അതേപോലെ ട്രൗസർ കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് നമ്മുടെ മൂത്രമൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മുടെ ഡ്രസ്സിന്റെ കൂടെ തന്നെ ഇട്ടിട്ട് കഴുകാറാണ് കേട്ടോ. അപ്പൊ രണ്ടും സെപ്പറേറ്റ് ഇട്ടിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇതാ വേഗം തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. മറ്റേ നമ്മളെ ഡ്രസ്സുകളൊക്കെ അതിന്റെ കൂടെ ഇട്ട് അലയ്ക്കുമ്പോൾ എന്തായാലും ഒരു അഴുക്ക് അതിന്റെ കൂടെ ആവുമല്ലേ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഒരു മെത്തേഡ് ചെയ്യുന്നത്. പിന്നെ ഡയപ്പർ ഡിസ്പോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പാമ്പേഴ്സിന്റെ ജെല്ലൊക്കെ ഒരു ബക്കറ്റിലിട്ട് വെച്ചിട്ട് പിന്നെ അതിൽ നമ്മൾ കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചു നേരം വെക്കും. അപ്പോഴേക്കും നമുക്ക് സാധാ ഒരു നോർമൽ വാട്ടർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ പിന്നെ ഇതാ വേഗം തന്നെ ഞങ്ങളുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മെഷീനിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ഈ ഒരു ബണ്ണും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സിന്റെ കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. മക്കളുടെ എന്താ പറയുക ഇതുപോലെ എന്തെങ്കിലും വേറെ ബണ്ണ് ഷേപ്പ് ഉണ്ടാവും. അതേപോലെ മുടിയിൽ വെക്കണ എന്താ പറയുക ആക്സസറീസ് ഒക്കെ നമുക്ക് ഇതുപോലെ വാഷ് ചെയ്യാം കേട്ടോ. ഓക്കെ. പിന്നെ ഇവിടെ ഉച്ചയ്ക്ക് നമ്മൾ നെത്തല് കറി മുളകിട്ട് വെക്കാനും പിന്നെ കേദറ പൊരിക്കാനും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കഴിയോ? കഴിയണായില്ലേ? ഇതൊക്കെ വായിച്ചു നോക്കണുണ്ടോ? എന്നാ പിന്നെ ഒരു ഓർമ്മ ഉണ്ടാവും. നമുക്ക് ക്വസ്റ്റ്യൻ വന്ന് ചോദിക്കുമ്പോൾ ഇന്നതാണെന്നുള്ളൊരു ഓർമ്മ വരും. അതിനാണ് നോട്ടിക്ക് എഴുതി പഠിക്കാൻ പറയുന്നത്. ഒക്കെ ശരിയാക്കാം. നിന്നെ ദന്ത ഡോക്ടറിൻ്റെ അവിടെ തന്നെ താമസിപ്പിക്കാൻ നല്ലത്. കാരണം മാസം പല്ലിന് പ്രശ്നമല്ലേ അല്ലേ? നമുക്കൊരു ലീവുള്ള ദിവസം പോവാം. ഓക്കെ. ഇപ്പം എക്സാമൊക്കെ അല്ലേ വരുന്നത്? എന്ത്? ഓക്കെ. ഞാൻ കറി വെക്കുക. അപ്പോൾ എഴുതിക്കോ.
ഷാനാക്കും എനിക്ക് നല്ല ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നത്തള് മുളകിട്ടതും പിന്നെ നമ്മുടെ കേദറ പൊരിച്ചതുമാണ് കേട്ടോ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ. വരൂ മിന്നൂസ്, വാ. ഹൈ, നടക്കാനിറങ്ങിയതാ വെയിലത്ത്. വാ, കഴിക്കാൻ പറ്റില്ല, ചളിയിലൊക്കെ ചവിട്ടിട്ടാ വരുന്നത്. ബാ ബാ വേം ബാ ബാ ബാന്ന് ബാ. അവിടെ നിർത്തിക്കട്ടെ എനിക്ക് എടുക്കാൻ. അതാ ഉറങ്ങി എണീറ്റ് കളിയാണ് അല്ലേ. രാവിലെ ഒരു വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ കാര്യം അങ്ങോട്ട് വിട്ടുപോയി കേട്ടോ. അപ്പൊ ഏകദേശം 5:30 മണിയായിട്ടുണ്ട്. നമ്മളെ പഴംപൊരിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ മിന്നൂസേ. ഇതാ മിന്നൂസിന് കൊടുക്ക്. ഹലോ, എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? മുട്ട ബജി. മിന്നൂസിന് ഒരു പീസ് കൊടുക്കുക. അതിന്റെ മേലത്തെ പീസ് മാത്രം ചെറുത്. പിന്നെ ഇതാ മിന്നോ കഴിച്ചോ. നാളെ ഇനി എന്താ മദ്രസയിലെ എക്സാം കാര്യങ്ങളുണ്ടോ? ഇല്ല. ഇന്ന് എത്രാം തീയതി ഡേറ്റ്? 22. ഓഹോ, നാളെ അല്ല മറ്റന്ന് മദ്രസയിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗേൾസ്. അപ്പൊ ഇതാ ഷാന എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പഠിച്ചുകൊണ്ടിരിക്കണേ? അല്ല, എന്താ പഠിച്ചുകൊണ്ടിരിക്കണേ? പറ. അലിയൻസ് 2 എപ്പിസോഡ് ഇന്ന് കണ്ടിട്ടുണ്ട്. മറ്റന്നാൾക്ക് വെരി ഇമ്പോർട്ടന്റ് പ്രത്യേകം അടിവര ഇട്ടിട്ട് കണ്ടെത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇപ്പം ഷാന പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മിന്നൂസിന് കൊടുക്കാൻ ബാ ബാ. മിന്നൂസിന് ഇപ്പം പുതിയ ഭാഷയൊക്കെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും കൊടുക്കാൻ ബാ ബാ എന്നാണല്ലേ. നമ്മൾ വാ വാ പറഞ്ഞു വിളിക്കൂലേ ഷാന? എങ്ങനെയാണ് മിന്നൂസ് വിളിക്കുക? അതാ. ഇതെന്താ കാട്ടണേ? വേണ്ടേ? വെള്ളം കൊടുത്തിരുന്നോ? വാഷിങ്ങിന് ഇട്ടിട്ട് അത് വിരിച്ചിട്ടിട്ടൊന്നുമില്ല. നമുക്ക് അടുത്ത ഡസൻ ഇവിടെ മടക്കാനായിട്ട് വന്നിട്ടുണ്ട്. അല്ലേ മിന്നൂസേ? എന്താ കയ്യില് എന്തെങ്കിലും കൊടുത്തിരുന്നോ നീ? വെറുതെ അല്ല. നിന്റെ മണ്ടയിലാണെങ്കിലും ഞാനല്ലേ സംസാരിക്കണേ. ഷാനാന്റെ മണ്ടക്കാണ് ഞാൻ ക്യാമറ പിടിച്ചിക്കണെന്നാ പറയുന്നത് അല്ലേ? എന്താ പ്രശ്നം? ഞാൻ നിന്നെ മര്യാദക്ക് 5 മണിക്ക് ഉറങ്ങാൻ കിടത്തിയതല്ലേ? എന്തുകൊണ്ട് ഉറങ്ങിയില്ല? അപ്പോഴേക്കിന് ഷാന അതിന്റെ ഇടയിൽ ബിസ്ക്കറ്റും കൊണ്ട് വന്നിട്ട് തൊട്ടി കിടന്ന് ബിസ്ക്കറ്റ് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു മിഠായി തിന്ന്. അപ്പൊ അത് നോക്കി കിടക്കുകയായിരുന്നു. അപ്പൊ വീണ്ടും മിഠായി തൊട്ടിയിൽ കിടന്നിട്ട് തിന്നു. എന്നിട്ട് അവസാനം എന്താ ഉണ്ടായി? എണീറ്റും വന്നു. ടാറ്റ കൊടുത്തങ്ങനെ. അവ്വ മിന്ന ഇങ്ങോട്ട് നോക്ക്. അവ്വ. അയ്യോ, മിന്നുന് ക്ഷീണം വന്നു. കറമുറന്നൊക്കെ സൗണ്ട് വരുന്നുണ്ട്. നമ്മൾ വേസ്റ്റ് ആക്കണ്ട വെച്ചിട്ട് വെറും 2 പഴംപൊരി അല്ലേ? പഴംപൊരി പിന്നെ 2 മുട്ട ബജി മാത്രം മേടിച്ചോളും. ഒരുപാടൊക്കെ കൊണ്ടുവന്നിരുന്നു. വെറുതെ വേസ്റ്റ് ആയിട്ട് രാവിലെ കളയും. അതുകൊണ്ട് നമ്മൾ പാകത്തിന് മതി അല്ലേ? അത് തന്നെയെന്നാണ് മിന്നൂസ് പറയണേ. എന്താ ഷാന? പിന്നിന്ന് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നു. ഷാനാന്റെ തലയിൽ ഒരു മണിക്കൂറോളം നമ്മള് പേനൊക്കെ എടുത്തു കൊടുത്തിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലയൊക്കെ നോക്കി കൊടുക്കണോണ്ട് കുറച്ച് മെച്ചമുണ്ട്. ഈ സ്കൂൾക്കൊക്കെ ഇങ്ങനെ മുടി കെട്ടി പോണോണ്ട് എല്ലാ മക്കൾക്കും കാണും കേട്ടോ. അതുപോലെ ഇങ്ങനെ ഈ പേനൊക്കെ വരും. ഇങ്ങനെ ചെറിയ ചെറിയ പേനുകളാണ്, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു പരിപാടി ഇന്ന് നടന്നു കേട്ടോ. വ്ളോഗിന്റെ കാര്യം മറന്നെങ്കിലും മെയിൻ പരിപാടി ഇന്ന് നടന്നിട്ടുണ്ട് അല്ലേ? ഇന്ന് പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി സർ അന്തരിച്ച കാരണം ഇന്ന് സ്കൂളിന് ലീവൊക്കെ കിട്ടി. ഇന്ന് മഴ ഉണ്ടായി, പക്ഷെ വല്ലാതെ കിട്ടില്ല. എവിടേക്കാ വരണ്ട്? ഉറക്കി തരട്ടെ? എഴുതിയത് എവിടെ നോക്കിട്ട് എഴുതിയത്? പിന്നെ എങ്ങനെ തെറ്റി? നമ്മുടെ LSS എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നോക്കി
കുറേ നേരം ഇരുന്നിട്ടാണ് അത് എഴുതി തീർത്തത്. എന്നിട്ട് ഇപ്പോൾ വായിച്ച് നോക്കുമ്പോൾ പിന്നെ എന്തൊക്കെ മിസ്റ്റേക്ക്. ഇപ്പോൾ കറക്റ്റ് ചെയ്തോ? ഇനി വേഗം പോയിട്ട് ഡയറി എഴുതുക, സ്കൂളത്തെ മദ്രസത്തെ ഹോംവർക്കൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ് ഞാൻ മദ്രസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കാം. വ്ളോഗോ? ഏയ്, അതും കൂടെ. ഒരാളിത് രാവിലെ മദ്രസയ്ക്ക് പോവാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. എന്നിട്ട് ഉറങ്ങുക? ഏയ്, ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, വെറുതെ ഒന്ന് കണ്ണടച്ച് കിടന്നേ ഉള്ളൂ. പക്ഷെ തോണ്ടി വിളിക്കണം എന്നുള്ളൂ എഴുന്നേക്കണമെങ്കിൽ, അല്ലേ? ഇന്നിപ്പതാ രാവിലെ തന്നെ നല്ല മഴയാണ് ഗൈസ്. ഉണ്ടോ? നല്ല ഇരുട്ട് മൂടിയിട്ടാണ് കിടക്കുന്നത്. അപ്പം അതാ ഷാന വീണ്ടും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. നാളെ മക്കളെ മദ്രസത്തെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. നാളെ അവർക്ക് ഖുർആനും പിന്നെന്താ തദ്രീബും അല്ലേ, എഴുത്ത് പരീക്ഷയുണ്ട്. ആദ്യമൊക്കെ ഖുർആൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റത്തെ ദിവസം, എഴുത്ത് പരീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ തദ്രീബ് സബ്ജക്റ്റിലെ എഴുത്ത് പരീക്ഷയും വരുന്നുണ്ട്. എന്താണ് വല്ലതും കിട്ടുമോ എക്സാമിന്? അപ്പം ഇടയിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സുഹൃത്തുക്കളൊക്കെ മനപ്പാടാക്കിയിട്ട് ഇങ്ങനെ ഓടിപ്പിച്ചിരുന്നു കേട്ടോ. ഇനിയിപ്പം ഇന്ന് വന്നു കഴിഞ്ഞാൽ നാളേക്ക് നന്നായിട്ടൊന്ന് ഇരുത്തി പഠിപ്പിക്കണം. പിന്നെ നമുക്ക് അടുത്ത എക്സാമിന് മറ്റൊന്ന് ഫ്രൈഡേ ആയത് കാരണം ഒരു ദിവസം ലീവ് കിട്ടുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു ദിവസം, പിന്നൊക്കെ എല്ലാം അടുപ്പിച്ചിട്ടാണ് കേട്ടോ. ഇനി മദ്രസയിൽ പോവല്ലേ? ചെരുപ്പെടുത്ത് വെച്ചാ? മിന്നൂസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പം മിന്നൂസിന് ഇതാ 2 ചിപ്സ് മുറുക്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിവിടെ സോപ്പിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ ഷാനയ്ക്ക് സ്കൂൾക്കുള്ളതും വന്നിട്ട് കഴിക്കാനുള്ളതും ഒക്കെ വേഗം റെഡിയാക്കണം. വലിയ വാശിയൊന്നും ഇല്ലാത്ത കാരണം എന്ത് കൊടുത്താലും ഇവിടെ ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ ഇറങ്ങി നടക്കും. ഫസ്റ്റ് എഴുന്നേറ്റ് വന്നപാട് അങ്ങനെ വെള്ളമൊക്കെ കൊടുത്ത് ഇവിടെ ഇങ്ങനെ ഇരുത്തേം പോലെ പ്രഭാത ഭക്ഷണം ഉപ്പുമാവ് ഇട്ടപ്പോൾ ഇതാ ചോറ് ആയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ നെത്തൾ കറി വെച്ചതുണ്ട് കേട്ടോ. അപ്പം ഇന്നേക്ക് ഇനി ഉച്ചയ്ക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇത് നമ്മുടെ വെള്ളം തിളച്ച് വരാനായിട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഷാന മദ്രസ വിട്ട് വന്നിട്ടില്ല. പിന്നെ ഇതാ ഇന്നലെ നമ്മൾ കേദറ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ ഷാനയ്ക്ക് സ്കൂൾക്ക് അങ്ങനെ മീൻ കൊണ്ടുപോകുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ഈ പേപ്പർ സോപ്പില്ല, അത് കൈ വാഷ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കും കേട്ടോ. ഒരു 3-4 എണ്ണം കൊടുത്തയക്കും. പിന്നെ ആൾക്ക് സ്കൂൾ ഇത് വലിയ മുള്ളൊന്നും ഇല്ലാത്ത മീനാണ് കേട്ടോ. കഷ്ണ മീനിൻ്റെ ആ ഒരു ഇതിൽ പെട്ടതല്ലേ. എന്ത് നല്ല സുന്ദരമായ കാഴ്ച അല്ലേ. നമ്മുടെ മയിൽ നിൽക്കുന്നുണ്ടോ? പെൺമയിലാണ് കേട്ടോ. ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ. ഷാനയ്ക്ക് സ്കൂളിൽ ടാഗിൻ്റെ ഫോട്ടോ എടുപ്പൊക്കെ ഉണ്ട് അല്ലേ. സ്കൂൾ തുറന്ന് 2 മാസം കഴിഞ്ഞിട്ടാണ് ടാഗ് കിട്ടണമെന്നുള്ളൂ അല്ലേ ഷാന? ഇന്ന് ഫോട്ടോ എടുക്കലാണ്, എന്ന് കിട്ടുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അടുത്ത കൊല്ലത്തേക്കുള്ളതാണെന്നും പറയാൻ പറ്റില്ല. മിനാസേ, താത്ത പോകുന്നവരെ താത്താൻ്റെ കുടയും പിടിച്ച് ഇങ്ങനെ കളിച്ചോളും അല്ലേ. വല്യാപ്പയാണ് വല്യാപ്പ. ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നിന്നോട്ടോ. പിന്നെ ഇനിയിപ്പോൾ എന്താ, ഇന്നിപ്പം അറബി ക്ലാസ് ടെസ്റ്റ് ഉണ്ട് എന്ന് തോന്നുന്നു അല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിൽ അത് കണ്ടിട്ടില്ല. ഓക്കെ, അറിയില്ല, നോക്കാം. എഴുതോ ഉണ്ടെങ്കിൽ. പിന്നെ അതാ മിനുസേ, മിന്നു
മിന്നു മിന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗുമായിട്ട് കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.